നമസ്കാരം. കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ KGT-യുടെ പാർട്ട് 1 എക്സാം കഴിഞ്ഞ മെയ് 22-ന് അവസാനിച്ചു. ഇനി അടുത്തത് പാർട്ട് 2 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ എക്സാമാണ്. അത് എല്ലാ ഡിസ്ട്രിക്റ്റ് വൈസ് LBS സെൻറ്ററിലും വെച്ചാണ് നടക്കുന്നത്. ഈ എക്സാമിനെക്കുറിച്ച് എക്സാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിലെ സിലബസുകളെക്കുറിച്ചും ഒരു ചെറിയ വിവരണം നൽകാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. പാർട്ട് 1-ലെ പോലെ തന്നെ പാർട്ട് 2-ലും 2 പേപ്പറുകളാണ് ഉള്ളത്. ആദ്യത്തെ പേപ്പർ 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട സ്പീഡ് ടെസ്റ്റും, രണ്ടാമത്തേത് വേർഡിലുള്ള ഒരു 20 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ഒരു വർക്കുമാണ് ഉണ്ടായിരിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, KGT-യുടെ പരീക്ഷ ഇംഗ്ലീഷ് ലോവർ 21-ാം തീയതി തുടങ്ങുകയാണല്ലോ. അതിനു വേണ്ട തയ്യാറെടുപ്പിൻ്റെ സമയമാണ് ഇപ്പോൾ. KGT വേർഡ് പ്രോസസ്സിംഗ് ഇംഗ്ലീഷ് ലോവർ എക്സാമിനെക്കുറിച്ച് ചെറിയൊരു വിവരണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 പാർട്ടാണ് വേർഡ് പ്രോസസ്സിംഗ് പരീക്ഷയ്ക്കുള്ളത്. ഒന്നാമത്തെ പാർട്ട് സ്പീഡ് ടെസ്റ്റാണ്. ഈ പിക്ചറിൽ കാണുന്നത് പോലുള്ള ഒരു സ്പീഡ് ടെസ്റ്റാണ് ഒന്നാമത്തെ പാർട്ട്. 10 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഈ സ്പീഡ് ടെസ്റ്റിന് മാക്സിമം മാർക്ക് 100 മാർക്കാണ്. ഇത് ചെയ്ത ശേഷം രണ്ടാമത്തെ പേപ്പർ, അതായത് രണ്ടാമത്തെ പാർട്ട് 20 മിനിറ്റ് കൊണ്ട് MS വേർഡിൽ ചെയ്തു തീർക്കേണ്ട ഒരു വർക്കാണ് രണ്ടാമത്തെ പാർട്ട്. അത് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ജൂൺ 2022-ലുള്ളതാണ്. ഇതുപോലെ ഏതാണ്ട് സാദൃശ്യമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഈ വർഷവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്, രണ്ടാമത്തെ പാർട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അല്പം ഞാനിവിടെ സ്ക്രീൻഷോട്ടിൽ കാണിക്കുകയും അതിനെക്കുറിച്ച് വിശദമാക്കി പറയുകയും ചെയ്യാണ്. ഇനി സെക്കൻഡ് പേപ്പർ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേർഡ് ഓപ്പൺ ചെയ്ത ശേഷം പേജ് ബോർഡർ കൊടുക്കണം. അതിന് ഹോം ടാബ് ക്ലിക്ക് ചെയ്ത ശേഷം ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡയലോഗ് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ പേജ് ബോർഡർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ബോക്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേജ് ബോർഡർ റെഡി. അതിനുശേഷം ഹെഡിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹെഡിങ് ഷേപ്പിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന അതേ തരത്തിലുള്ള ഷേപ്പ് തിരഞ്ഞെടുക്കണം. ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് അതുപോലെ തന്നെ വരയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ കർസർ വെച്ച് റൈറ്റ് ബട്ടൺ, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ആഡ് ടെക്സ്റ്റ് എന്ന വേർഡ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ആ ഷേപ്പിൻ്റെ അകത്ത് വന്നു. അതിനുശേഷം ഹെഡിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, അതല്ല സ്മാൾ ലെറ്ററിലാണെങ്കിൽ എങ്ങനെയാണോ ക്വസ്റ്റ്യനിലുള്ളത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം ടൈപ്പ് ചെയ്തത് സെലക്ട് ചെയ്യുക. ഹോം ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സൈസ് അല്പം ഒന്ന് കൂട്ടിക്കൊടുക്കുക. അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് ടൈംസ് ന്യൂ റോമൻ ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ടൈംസ് ന്യൂ റോമൻ എന്ന ഫോണ്ട് കൊടുക്കുക. ശേഷം ടൈപ്പ് ചെയ്തതിനെ സെൻറ്ററാക്കാൻ വേണ്ടി Ctrl E എന്ന് പ്രസ് ചെയ്യുക.
Control E for center alignment. Control L for left alignment. Control R for right alignment. Control E for center alignment. ഇപ്പോൾ ഹെഡിങ് റെഡിയായി. അടുത്തത് കൺട്രോൾ പ്രസ് ചെയ്ത് എൻഡ് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം താഴോട്ട് കർസറിനെ കൊണ്ടുവരാൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. അടുത്തത് ഒരു പാരഗ്രാഫാണ് അതിൽ ചെയ്യാനുള്ളത്. ഈ പാരഗ്രാഫ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇതാണ് പാരഗ്രാഫ്. ഇതിൽ ഫോർമാറ്റിംഗ് ഒക്കെ ഞാൻ ഒഴിവാക്കുകയാണ്, അത് രണ്ടാമത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആ പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുക. ശേഷം എല്ലാം സെലക്ട് ചെയ്യുക. ആ പാരഗ്രാഫിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ ജെ ഫോർ ജസ്റ്റിഫൈ. കൺട്രോൾ ജെ ഫോർ ജസ്റ്റിഫൈക്ക് വേണ്ടിയിട്ട് കൺട്രോൾ ജെ പ്രസ് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ വെച്ച് 5 സ്പേസ് കൊടുക്കുന്നതിന് പകരം ടാബ് കീ പ്രസ് ചെയ്താൽ മതി. ശേഷം ഇതിൽ ബോൾഡായിട്ട് കാണിക്കുന്ന ഈ ഭാഗത്തെ ബോൾഡ്, അണ്ടർലൈൻ, ഇറ്റാലിക്സ് എന്നിവ കൊണ്ടുവരാൻ വേണ്ടി അത്തരം ഭാഗത്തെ സെലക്ട് ചെയ്യുക. ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്ത ശേഷം ബി ഫോർ ബോൾഡ്, യു ഫോർ അണ്ടർലൈൻ, ഐ ഫോർ ഇറ്റാലിക്സ് ഒറ്റ പ്രാവശ്യം തന്നെ എല്ലാം നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയും. അങ്ങനെ ആ പാരഗ്രാഫും റെഡിയായി. ഇപ്പോൾ ഇതിൻ്റെ ഹെഡിങ് കൊണ്ടുവന്നു, പാരഗ്രാഫ് കൊണ്ടുവന്നു. അടുത്തത് ടേബിൾ വരയ്ക്കുകയാണ്. ഇതേപോലുള്ള ടേബിൾ എങ്ങനെ വരച്ച് അതിൽ ടൈപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ ടേബിൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്വസ്റ്റ്യനിൽ തന്നത് ടേബിളിൽ എത്ര കോളംസ് ഉണ്ട്, എത്ര റോസ് ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഇതിൽ 5 റോകളും 5 കോളംസും ആണുള്ളത്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുക 5 കോളം, താഴോട്ട് 5 റോസ് ക്ലിക്ക് ചെയ്യുക. അതിന് അല്പം വിഡ്ത്ത് കൂട്ടാൻ, ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, വിഡ്ത്തും ഹൈറ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കോർണറിൽ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ അല്പം ഹൈറ്റ് കൂടി കിട്ടും. അതിനെ ചെറുതാക്കാനും വലുതാക്കാനൊക്കെ ഇവിടെ ഈ ബട്ടൺ ഉപയോഗിക്കാൻ പറ്റും. ശേഷം അതിൻ്റെ സൈസ് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നീക്കുക. ഡ്രാഗ് ചെയ്ത് കണക്കാക്കി നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഓരോ കോളത്തിൻ്റെയും സൈസ് എങ്ങനെയാണോ എന്ന് നോക്കി അതുപോലെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ശേഷം ഇതിൽ ടൈപ്പ് ചെയ്യേണ്ടത് SL സീരിയൽ നമ്പർ. അതിനുശേഷം മൗസോ കീബോർഡിലെ ഒന്നും ടച്ച് ചെയ്യാതെ തന്നെ ടാബ് കീ പ്രസ് ചെയ്താൽ മതി. ടാബ് എന്ത് ടൈപ്പ് ചെയ്യുകയാണെങ്കിലും ടാബ് പ്രസ് ചെയ്താൽ അടുത്ത കോളത്തിലേക്ക് പോകും. ഇങ്ങനെ അത് സെറ്റ് ചെയ്ത ശേഷം അടുത്തത് വേറൊരു ഷേപ്പാണുള്ളത്. ഇതും ഹെഡിങ് കൊടുത്തതുപോലെ തന്നെ ആ ഷേപ്പിൻ്റെ ആകൃതിയിലുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. സാമ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുക. പിന്നെ ഉള്ളത് പാരഗ്രാഫാണ്. സാധാ പോലത്തെ ഒരു പാരഗ്രാഫ്. അതിൻ്റെ ഡബിൾ ലൈനിൽ വേണമെങ്കിൽ കൺട്രോൾ 2 എന്നടിച്ചാൽ ഡബിൾ ലൈനും, കൺട്രോൾ 1 അടിച്ചാൽ സിംഗിൾ ലൈനും കിട്ടും. കൺട്രോൾ 1 സിംഗിൾ ലൈൻ, കൺട്രോൾ 2 ഡബിൾ ലൈൻ. അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ല എങ്കിൽ മൊത്തം സെലക്ട് ചെയ്ത ശേഷം പാരഗ്രാഫ് എന്നുള്ള ബട്ടണിൽ ഇവിടെ ഉണ്ട് 1, 1.15, 1.5, 2.0, ഇതൊക്കെ ലൈൻ സ്പേസിംഗ് ആണ്. ലൈൻ സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ എത്രത്തോളം ലൈൻ സ്പേസ് വേണോ അത്രത്തോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ക്വസ്റ്റ്യനിലുള്ളതുപോലെ തന്നെ കൊടുക്കാം. അതിനുശേഷം ബുള്ളറ്റ്സ് ഉപയോഗിക്കാനുള്ള ഒരു സംഭവം വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ
ഈ പാരഗ്രാഫിന് ശേഷം വരുന്നത് ബുള്ളറ്റ്സ് ആണ്. ഹോം ടാബിൽ തന്നെ ബുള്ളറ്റ്സ് എന്ന് കാണാം. ബുള്ളറ്റ്സ് അതിൽ ക്ലിക്ക് ചെയ്ത് ക്വസ്റ്റ്യനിലുള്ള അതേ ബുള്ളറ്റ്സ്, ഏത് തരം ബുള്ളറ്റ്സ് ആണ് ക്വസ്റ്റ്യനുള്ളത് അത് തന്നെ സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്ട്രാറ്റജി ക്യാപിറ്റൽ ലെറ്റർ, ഇതിൽ റെക്റ്റാങ്കിൾ ആണ് ബുള്ളറ്റ്സ് ആയിട്ടുള്ളത്. ഇത് ബുള്ളറ്റ്സ് ക്ലിക്ക് ചെയ്യുക, ശേഷം ടൈപ്പ് ചെയ്യുക സ്ട്രാറ്റജി ഫോർമേഷൻ ആൻഡ് സെനാറിയോ. എൻ്റർ ചെയ്താൽ ഓട്ടോമാറ്റിക് അടുത്ത ബുള്ളറ്റ്സ് വന്നു. അങ്ങനെ എത്രത്തോളം നമുക്ക് ബുള്ളറ്റ്സ് വേണമെങ്കിൽ ടൈപ്പ് കിട്ടും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ, ഈ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ബുള്ളറ്റ്സ് വരുന്നു ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ ഒരിക്കൽ കൂടി എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. അവസാനമായിട്ട് അതിൽ 2 ഷേപ്പുകൾ വരുന്നുണ്ട്. ആ ഷേപ്പുകളുടെ ഉള്ളിൽ സിംബൽസും ഉണ്ട്. ഇതേ സിംബൽസ് കൊടുക്കണം എന്നൊരു നിർബന്ധം ഇല്ല. അതുകൊണ്ട് സെയിം ഷേപ്പുകൾ തിരഞ്ഞെടുക്കുക. ഇൻസേർട്ട് ഷേപ്പ്, സെയിം ഷേപ്പ് തിരഞ്ഞെടുക്കുക. ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്ത് വെച്ച് റൈറ്റ് ക്ലിക്ക്, മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ബട്ടൺ ചെയ്ത ശേഷം ആഡ് ടെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് കർസർ വന്നു. അതിന് വേണ്ട സിംബൽസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇൻസേർട്ടിൽ ഏറ്റവും ലാസ്റ്റ് സിംബൽ എന്നുള്ളൊരു ഇത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മോർ സിംബൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കണ്ടമാനം സിംബൽസ് അതിൽ കാണാവുന്നതാണ്. സിംബൽസിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അനദർ സിംബൽസിൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഇൻസേർട്ട് ബട്ടൺ. 4 സിംബൽസ് അതിൻ്റെ അകത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 4 സിംബൽസ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിൻ്റെ അകത്ത് 4 സിംബൽസും വന്നു. ശേഷം കൺട്രോൾ ഇ പ്രസ് ചെയ്താൽ അത് സെൻറ്റർ ആയിട്ട് വരും. സിംബൽസ് എല്ലാം ആ ഷേപ്പിൻ്റെ സെൻറ്ററിൽ വരും. അതിനുശേഷം അടുത്തൊരു ഷേപ്പ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ക്വസ്റ്റ്യനിലുള്ളതുപോലെ തന്നെ ഉള്ള റെക്റ്റാങ്കിൾ, റൗണ്ട് റെക്റ്റാങ്കിൾ സിംബൽസ് ആണുള്ളത്. അത് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ടെക്സ്റ്റ്. ഇതിൻ്റെ അകത്ത് വീണ്ടും ഇൻസേർട്ട് പോവുക. അതിലെ സിംബൽസ്, മോർ സിംബൽസ്, ഇതിൽ ഒരുപാട് സിംബൽസ് ഉണ്ട്. സൂട്ടായിട്ടുള്ള ഏത് സിംബൽസും ക്വസ്റ്റ്യനിലുള്ളത് പോലത്തെ സിംബൽസ് കൊടുക്കുന്നതാണ് നല്ലത്. സമയക്കുറവ് കാരണം ഏതെങ്കിലും 4 സിംബൽസ് കൊടുത്താൽ മതി. കാരണം ബ്ലാങ്ക് ആക്കി വിട്ട് കഴിഞ്ഞാൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും 4 സിംബൽസ് കൊടുത്ത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയാണ് 2ാം പേപ്പറിൻ്റെ വർക്ക് ചെയ്യേണ്ടത്. ഇത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും 2ാം പേപ്പർ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ജൂൺ 2022 ക്വസ്റ്റ്യനാണിത്. ഇത് സ്പീഡ് ടെസ്റ്റും ഇത് 2ാം പേപ്പറും. ഇത്രയും വർക്കേ ഉള്ളൂ ഇംഗ്ലീഷ് ലോവറിന് വരുന്നത്. അടുത്ത ക്ലാസ്സിൽ മലയാളം ലോവർ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.